നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 10ാം ദിവസം നമുക്കറിയാം ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ എന്ന്. വോട്ട് പെട്ടിയിൽ വീണ് അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിലെ കസേര കളി. കേരളത്തിൽ മത്സരിച്ചവർ മാത്രമല്ല, മത്സരിക്കാത്തവരും കളത്തിലുണ്ട്. എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി എന്ന ആഗ്രഹത്തിൽ തുടങ്ങിയ പ്രതികരണങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. ഫേസ്ബുക്ക് തുറന്നാൽ KC, RC, VDS 3 പേരുടെയും രാഷ്ട്രീയ പാരമ്പര്യം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. തുടക്കത്തിൽ ഞാനില്ല ഈ കളിക്കെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ദാ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ്, ജനനായകൻ എന്ന റീൽ, ഇതിലൂടെയൊക്കെ ഞാനും ഇവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നും KC മാധ്യമങ്ങളെ കണ്ടു. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി കസേരയോട് താല്പര്യമില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞില്ല. ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? നമുക്കൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കറും മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകനായ നിസാം സെയ്ദ് എന്നിവരാണ് ചേരുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം അത് കേൾക്കാം. അല്ല, മുഖ്യമന്ത്രി ചർച്ച നടത്തട്ടെ. എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ചർച്ചകളിൽ താല്പര്യമില്ലെന്നാണോ ആ പൊസിഷൻ? അല്ല, അതിപ്പം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. ശ്രീ A. ജയശങ്കർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ എന്ന് പറയുകയാണ്. അതായത് ഞാനില്ല, ഒരൊറ്റ വാചകത്തിൽ മത്സരിച്ചവരാരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്നൊരൊറ്റ വാചകത്തിൽ KC വേണുഗോപാൽ ഈ ചർച്ചകൾക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണമെങ്കിൽ, പക്ഷേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ പല തമാശകളും പറയാം. പുള്ളി അത്ര ബന്ധപ്പെട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. ഈ സ്ഥാനാർത്ഥികളായി വന്ന ആളുകൾക്ക് അത്യാവശ്യം ദ്രവ്യം വിതരണം ചെയ്തത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയതെന്ന് അറിയാവുന്നവർക്ക് അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് വലിയ മുതൽ മുടക്കുണ്ട്. അദ്ദേഹം വലിയ അധ്വാനം ഇതിനകത്ത് കഴിച്ചിട്ടുണ്ട്. പല സീറ്റുകളിലും ജയസാധ്യതയുള്ള ആളുകളെ മാറ്റി ഇദ്ദേഹത്തിൻ്റെ സിൽബന്ധികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു തരംഗത്തിൽ അവരൊക്കെ ജയിച്ചു വരികയാണെങ്കിൽ ആ ആളുകളും പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ദ്രവ്യസഹായം കൈപ്പറ്റിയിട്ടുള്ള ആളുകളൊക്കെ പുള്ളിയുടെ പേര് പറയും. അപ്പോൾ ഒരു ത്യാഗം എന്നുള്ള നിലയ്ക്ക് പുള്ളി ഡൽഹിയിൽ നിന്ന് പറന്ന് തിരുവനന്തപുരത്തെത്തി പാരച്ചൂട്ട് വഴിക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇറങ്ങി ഹജൂർ കച്ചേരിയിൽ ചെന്ന് അല്ലെങ്കിൽ രാജ്ഭവനിൽ ചെന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിപ്പോൾ മാതൃഭൂമി ചാനലിൽ ചർച്ച നടത്തുന്ന ആൾക്കാരോ അതിൽ പങ്കെടുക്കുന്ന എന്നെപ്പോലുള്ള ആളുകളോ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വ്യവസ്ഥാപിതം എന്നുള്ള സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ്. വ്യവസ്ഥാപിത മാർഗം എന്ന് വെച്ചാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുതലാളിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയും പിന്നെ രാജമാതാവായിട്ടുള്ള സോണിയാഗാന്ധിയും ചേർന്ന ഒരു കറക്ക് കമ്പനിയാണ്. അവർ തീരുമാനിക്കും മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാലും മതി. വേണുവിനുള്ള യോഗ്യനായിട്ട് വേറെ ആരും ഇന്നിപ്പോൾ കേരളത്തിലില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുള്ളത് ശരിയാണ്. MP മാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ശരിയാണ്. അതുകൊണ്ട് അടൂർ പ്രകാശിനും കൊടിക്കുന്നിൽ സുരേഷിനും MK രാഘവനൊന്നും മത്സരിക്കാൻ പറ്റിയില്ല എന്നുള്ളതും സത്യമാണ്. എന്നിരിക്കലും ഇന്നത്തെ നിലയ്ക്ക്, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണീൻ്റെ പിറ്റേ ദിവസം, അന്നത്തെ നിലയ്ക്ക് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ട് ഒരാളേ ഉള്ളൂ. അത് KC വേണുഗോപാലാണ് എന്ന് അവിടെ നിന്ന് അരുളി ചെയ്യും. ഹൈക്കമാൻഡ് പറഞ്ഞാൽ പിന്നെ അതിന് മീതെ ആർക്കെങ്കിലും വല്ല അഭിപ്രായമുണ്ടോ? ഒരഭിപ്രായമില്ല. ഒരഭിപ്രായമായിട്ട് കാര്യമില്ല. കോൺഗ്രസ്സിനെ അറിയാവുന്നവർക്ക് അറിയാം. ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കാൻ ആ പാർട്ടിയിലുള്ള അത്ര കഴിവ്, അതിൻ്റെ നേതാക്കന്മാർക്കുള്ള പോലെയുള്ള കഴിവും വീരതും പ്രാഗൽഭ്യവും വേറെ ഒരു പാർട്ടിക്കും ഇല്ല. അതുകൊണ്ടാണ് പാർട്ടി ഇന്നത്തെ നിലയിലെത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ അഴിമതി രൂക്ഷമായതുകൊണ്ടാണ് BJPക്ക് അവിടെ ചവിട്ട് ഉറച്ചത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിൻ്റെ അഴിമതി സഹിക്കാൻ വയ്യാണ്ടാണ് ആളുകൾ CPM-നെ ജയിപ്പിച്ചത്. CPM-നെ സഹിക്കാൻ പറ്റാവുന്നപ്പോഴാണ് ആളുകൾ തൃണമൂൽ കോൺഗ്രസിനെ ജയിപ്പിച്ചത്. അവരെ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ജനം ഇപ്പോൾ BJPയെ കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ BJP ശക്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ അഴിമതിയും ദുർഭരണവും കാരണമാണ്. അല്ലെങ്കിൽ ഈ കഴിവില്ലാത്ത ആളുകളെ കഴിവുള്ളവരുടെ തലയ്ക്ക് മീതെ കയറ്റി വെക്കുന്നതുകൊണ്ടാണ്. പഞ്ചാബിൽ പ്രഗത്ഭനായ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവന്ന്? അവിടെ വേറെ യോഗ്യന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞൊരു ചങ്ങാതിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അതിൻ്റെ ഫലം എന്തുണ്ടായി? വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് തോറ്റുവെന്ന് മാത്രമല്ല, ഈ ചരൺജിത് സിംഗ് ചന്നി തന്നെയും തോറ്റുപോയി. ഇതാണ് കോൺഗ്രസ്. അതുപോലെ രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ
ആ കോൺഗ്രസ് പാർട്ടിയിലുള്ളതിലേക്ക് ഏറ്റവും വന്യവയോധികനായിട്ടുള്ള റോസയ്യയെ മുഖ്യമന്ത്രിയാക്കി. അതിൻ്റെ പരിണതഫലം എന്താ? ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഒരു പാർട്ടിയിലുണ്ട്. ഇതാണ് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചതാണ്. അവിടെ ഹരീഷ് റാവത്തായിരുന്നു പ്രതിപക്ഷ നേതാവ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേൾപ്പോരും കേൾവിയില്ലാതെ വിജയ് ബഹുഗുണയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. കുറെ കഴിഞ്ഞപ്പോൾ വിജയ് ബഹുഗുണ BJP-യിലേക്ക് പോയി. കുറേ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിലൂടെ പോയി. ഇതൊക്കെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. അന്നൊക്കെ കഴിവും പ്രാപ്തിയുള്ള ആളുകളെ കെ കരുണാകരനെ പോലെ, അല്ലെങ്കിൽ വിജയഭാസ്കർ റെഡ്ഡിയെ പോലെ, ജഗന്നാഥൻ മിശ്രയെ പോലെ യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ ഓരോ സംസ്ഥാനത്തും ഉണ്ടായിരുന്നു. തൻ്റെ ഉള്ള നേതാക്കന്മാർ, താൻ പോരിമയുള്ള നേതാക്കന്മാർ, ജനപിന്തുണയുള്ള നേതാക്കന്മാർ, പാർട്ടി പ്രവർത്തകരെ ചേർത്ത് നിർത്താൻ കഴിവുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ കാരണങ്ങളാൽ കൈമണി അടിച്ച് ബഹുസ്തുതി പറഞ്ഞ് വാക്കയ്യും പൊത്തി നിൽക്കുന്ന തിരുമുമ്പിൽ സേവക്കാർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണല്ലോ AICC സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിട്ട് KC വേണുഗോപാൽ ഇരിക്കുന്നത്. അതിൻ്റെ ഫലമല്ലേ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിൽ വളരെ ബന്ധപ്പെട്ട ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയതാണ്. എത്ര ദിവസം ആ മന്ത്രിസഭ നിലനിന്നു? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭ തകർന്നത് മാത്രമല്ല, അവിടുത്തെ ജനപിന്തുണയുള്ള നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം BJP-യിലേക്ക് പോയി. സച്ചിൻ പൈലറ്റ് പോകാനായിട്ട് ഒരു കാല് പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ പറ്റാഞ്ഞെന്ന് വെച്ചാൽ താനും കൂടെ വരണ്ടെന്ന് BJP-ക്കാർ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ ഇരുന്നാണ്. അല്ലായിരുന്നെങ്കിൽ സച്ചിൻ പൈലറ്റ് BJP ചേർന്ന് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി ആകുമല്ലോ. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ട്രാക്ക് റെക്കോർഡ്. നമ്മൾ ആര് പറഞ്ഞാലും ഇത് ശരിയാവാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നതിന് എന്തുകൊണ്ടാണ്? UDF-ന് ഭൂരിപക്ഷം കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂരിപക്ഷം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആരുടെങ്കിലും മുഖസൗന്ദര്യം കൊണ്ടാണോ? അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ മേന്മ കൊണ്ടാണോ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തമായതുകൊണ്ടാണ്? ഒന്നുകൊണ്ടുമല്ല. ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അത് LDF-ൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് മാത്രമാണ്. ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുണ്ട്. അതിൽ വലിയൊരു ഭാഗം UDF-ന് കിട്ടും, ചെറിയൊരു ഭാഗം BJP-ക്ക് കിട്ടും. ഇത്ര കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ മേന്മ കൊണ്ടല്ല ഇത് കിട്ടാൻ പോകുന്നത്. VD സതീശൻ കഴിഞ്ഞ 5 കൊല്ലം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ശരിയാണ്. ഭരണത്തിൻ്റെ പല പോരായ്മകളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനപ്പുറത്ത് ഇവിടെ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. അത്ഭുതം സംഭവിക്കുകയുമില്ല. 2001 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സ്ഥിതി എത്ര ദുർബലമാണ് എന്ന്. 2011 കോൺഗ്രസ് ഈ UDF-ന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പോലും അവർ പിടിച്ചു നിന്ന ഈ ലീഗിൻ്റെ പച്ചയിലാണ്. ലീഗ് ശരിയാണ്, അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്, നേതാക്കന്മാരുണ്ട്, പരിചയസമ്പന്നരും ചെറുപ്പക്കാരുമായ നിരവധി സ്ഥാനാർത്ഥികൾ ഒക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 20 പേരോ 21 പേരൊക്കെ ചിലപ്പോൾ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റു പാർട്ടികളിലൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ ഇവർക്ക് എങ്ങനെ കൂടി ചോദിച്ചു കൊണ്ടുപോകാൻ കഴിയും? അഴിമതിയില്ലാതെ, കെടുകാര്യസ്ഥതയില്ലാതെ, സാമുദായിക പ്രീണനമില്ലാതെ ഒരു മന്ത്രിസഭയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മുഖ്യമന്ത്രി X-O Y-O Z-O എന്നുള്ളതല്ല കാര്യം. ഭരണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഭൂരിപക്ഷം കിട്ടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒന്നും തള്ളും അടിപിടിയും തുടങ്ങിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ കാര്യം. ശരി, ശ്രീ N. ശ്രീകുമാർ, താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പം ഈ ചർച്ചകൾ, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും ഞാനില്ല, അതല്ല കോൺഗ്രസിന്റെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ആഴ്ച രമേശ് ചെന്നിത്തല. പക്ഷേ വിട്ടുനിന്നാൽ താൻ സീനിൽ ഉണ്ടാകില്ല എന്ന ബോധ്യം കൊണ്ടാണോ എന്നറിയില്ല, ചെന്നിത്തല കൂടി കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീ N. ശ്രീകുമാർ, എന്തുകൊണ്ടായിരിക്കും ഈ ഘട്ടത്തിൽ തന്റെ രാഷ്ട്രീയ പാരമ്പര്യം, തന്റെ സമര ചരിത്രം, താൻ വന്ന വഴി, താൻ താണ്ടിയ പ്രതിസന്ധികൾ അതെല്ലാം ഓർമ്മിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നത്? നോക്കൂ ശ്രീമതി ആര്യ, നിങ്ങൾ ഈ പറഞ്ഞ ഈ രമേശ് ചെന്നിത്തലയുടെ ഈ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആരെങ്കിലും എന്തെങ്കിലും അവരുടേതായ താല്പര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ ഒന്നും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല നടക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക. ഈ ഒരു വാട്സപ്പ് നമ്മുടെ ഒരു സോഷ്യൽ ആക്ടിവിസത്തിൻ്റെ കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയ, സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിൻ്റെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്കിഷ്ടമുള്ള ഒരു പോസ്റ്റ് ഞാനിടും. അത് വേറെ ആരെങ്കിലും എടുത്ത് അതൊന്ന് ഒന്നുകിൽ വലുതാക്കും അല്ലെങ്കിൽ വികൃതമാക്കും. ഇത് പിന്നെ ചർച്ചയാകും. അത്രയേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സംബന്ധിച്ച് ഒരു കോൺഗ്രസ് നേതാവും ആധികാരികമായി ചർച്ച ചെയ്തിട്ടില്ല. ഒരു KPCCയുടെ പ്രസിഡൻറ്റോ KPCCയുടെ മുൻ പ്രസിഡൻറ്റുമാരോ കേരളത്തിലെ MP-മാരോ MLA-മാരോ ആരും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ശ്രീ K. സുധാകരൻ MP ഒരു ഘട്ടത്തിൽ 2 പേരുകൾ അദ്ദേഹം പറഞ്ഞു. അത് അതോടുകൂടി അവസാനിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് എറണാകുളത്തുള്ള ഒരു MLA മുഖ്യമന്ത്രി ആകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു.
പിന്നെ ഇന്നോ ഇന്നലെ എങ്ങാണ്ടാണ് എറണാകുളത്തുള്ള കോൺഗ്രസിൻ്റെ നേതാവ് അജിത് അറീലിൻ്റെ ഒരു താല്പര്യം മറ്റേ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ MLA അല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാം എന്ന തരത്തിലൊരു പോസ്റ്റ് ഇട്ടു. ഇതല്ലാതെ ഒന്നും ഈ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഇതിനിപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ ഒന്ന് പരിഹസിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ കാണിച്ചത് രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ആ ഒരു ഇതിനെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെതായ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ നാട്ടിൽ എത്രയോ ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരും അതുപോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാരും വേണുഗോപാലിന്റേതാണ് വരാൻ പോകുന്നത്. ഡോക്യുമെന്ററി ഇല്ല ചെന്നിത്തലയ്ക്ക്, ഡോക്യുമെന്ററി KC വേണുഗോപാലിന്. അല്ല, റീലാണെങ്കിലും ഡോക്യുമെൻ്ററി ആണെങ്കിലും എന്തിനും കാണുന്നതെല്ലാം നമ്മൾ അവരുടേതായ വ്യക്തിജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലുള്ള മേന്മകളും നന്മകളും ഒക്കെയാണല്ലോ കാണുന്നത്. അതിലെന്താ തെറ്റുള്ളത്? അത് കോൺഗ്രസ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പായിട്ട് എന്താ ബന്ധമുള്ളത്? കാരണം കേരളത്തിലെ ജനങ്ങളെ ആണോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരാണ്. അത് ഭൂരിപക്ഷം MLA-മാർ UDF അധികാരത്തിലെത്തും എന്നുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. ആ ട്രെൻഡിന് അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കൾ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന നേതാക്കളുടെ താല്പര്യമുണ്ടെന്ന് കാണിക്കുന്നു. അതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യം അതിലില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിപ്രായപ്പെടുക ചെയ്യുന്നതുകൊണ്ട് നോക്കിയിട്ടല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഇനി ഇതാണ് എൻ്റെ നേതാവ്, ഈ നേതാവാണ് മുഖ്യമന്ത്രി ആകുന്നത് എന്ന് ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന നേതാവ് പറഞ്ഞാൽ അയാൾക്ക് ഭരണം കിട്ടുമ്പോൾ അയാളെ തന്നെ ഈ മുഖ്യമന്ത്രി ആകുന്ന ആളെ വിളിച്ച് വേറെ ഏതെങ്കിലും കസേരയിൽ ഇരുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ വ്യാമോഹമാണ്. പിന്നെ താല്പര്യങ്ങളൊക്കെ പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ താല്പര്യമുണ്ട്, വ്യക്തി വൈരാഗ്യമുണ്ട്, അതുപോലെ വിദ്വേഷമുണ്ട്. അതെല്ലാ പാർട്ടികളിലും ഉണ്ട്. അതിപ്പോൾ അവരതിൽ ഒരവസരം കിട്ടുമ്പോൾ പ്രകടിപ്പിക്കുന്നു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അത് ചിലർ സന്തോഷത്തോടെ പ്രകടിപ്പിക്കും, ചിലർ അതിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കും, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് മറ്റേ ചിത്രീകരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ്. അത് കേരള യാത്ര എന്നുള്ള രീതിയിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കൊടുത്തതാണ്. തെരഞ്ഞെടുപ്പ് ഇറങ്ങിയില്ല, പകരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അതെ, ആ പോഡ്കാസ്റ്റ് തെരഞ്ഞെടുപ്പ്, ഞാൻ ആ പേരങ്ങ് മറന്നുപോയി. പോഡ്കാസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആണ് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് അതിൻ്റെ ആളുകളെ. ആ സമയത്ത് അത് കൃത്യമായി നിർവഹിച്ചില്ല എന്നുള്ള 101% എനിക്കറിയുന്ന കാര്യമാണ്. അന്ന് നിർവഹിക്കാത്ത അതിപ്പോൾ പുറത്തിറങ്ങിയ അനവസരത്തിലായി. അപ്പോൾ എന്തായി? അത് രമേശ് ചെന്നിത്തലയെ ഒന്ന് പ്രകീർത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞു. ഇനി പ്രകീർത്തിച്ചിട്ട് എന്താ കാര്യം? കാരണം എന്തായാലും വോട്ടൊക്കെ പെട്ടിയിലാണ്. ഇനി നമ്മുടെ ജനങ്ങളാണെങ്കിൽ ഇത് കണ്ടിട്ട്, അഥവാ ഇതിന് മുൻപ് ഇറക്കിയാൽ തന്നെ അങ്ങനെ ഇറക്കില്ല. ഒരു കോൺഗ്രസ് നേതാവും, വിവേകമുള്ള കോൺഗ്രസ് നേതാവും മുൻപ് ഇറക്കില്ല. പക്ഷേ ഇത് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമില്ലതിൽ. അദ്ദേഹത്തിൻ്റെ അതിൽ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഈ നാട്ടിലത്തെ അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. സമൂഹത്തിലെ ചില മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലെ ലഹരിയുടെ കാര്യമുണ്ട്, അതുപോലെ തന്നെ ഗാന്ധി തത്വസിംഹതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചുള്ളതുണ്ട്, സ്പോർട്സിനെ കുറിച്ചുള്ളതുണ്ട്. അതിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അതാണ് കേരള യാത്ര എന്ന് ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ ഇറങ്ങുമ്പോൾ ചില സുഹൃത്തുക്കൾ ധരിച്ചു രമേശ് ചെന്നിത്തല ഒരു യാത്ര തുടങ്ങാൻ പോകാമെന്നൊക്കെ ധരിച്ചു. അപ്പോൾ അത് ധരിക്കാൻ കാരണം എന്താ വെച്ചാൽ അതൊരു പക്ഷേ അതൊരു ട്രിക്കായിരിക്കും. കാരണം അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്ന ആളുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്ന് ഒരു കൂടുതൽ പ്രസിദ്ധീകരണം കിട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും പൊടിക്കൈ പ്രയോഗിച്ചതായിരിക്കാം ഈ കേരള യാത്ര തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ആമുഖമൊക്കെ കൊടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവാം. അതല്ലാതെ കേരളത്തിൽ ഒരു പ്രശ്നമില്ല എൻ്റെ ആര്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാർ കൂടുതൽ വന്നാൽ നിയമസഭാ കക്ഷി യോഗം ചേർന്നാൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങളെന്നോ അല്ലെങ്കിൽ ഈ ഒരു തമാശയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇത് തുടക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിലെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പോൾ എന്തൊരു നാണക്കേടാണ് ഈ കാണിക്കുന്നത്. മുരളീധരൻ പറഞ്ഞ പോലെ, അതായത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ വന്നു. പക്ഷേ പിന്നീട് ഇതങ്ങ് ആസ്വദിച്ചു തുടങ്ങി. എന്താ കാരണം എന്നറിയാമോ? UDF അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തരും അവരവരുടേതായ നേതാക്കളെ പുകഴ്ത്തിക്കോട്ടെ. അതിനിപ്പോൾ എന്താ? ആർക്കെപ്പോൾ അതിൽ ചെയ്തുള്ളത്?
ഒരാളെ എ എന്നൊരാളെ ബി പുകഴ്ത്തി അത് പുകഴ്ത്തിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പുകഴ്ത്തിക്കോ. എന്തായാലും 4-ാം തീയതി വരെ പുകഴ്ത്താൻ പറ്റും. 4-ാം തീയതി കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തിരഞ്ഞെടുക്കും. അതുവരെ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമല്ല, പക്ഷേ അത് തടയുന്നില്ല. എന്താ തടയാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് തടഞ്ഞൂടെ എന്ന് ചോദിക്കും. അത് മുൻകൂട്ടി ഞാൻ അങ്ങോട്ട് പറയാം. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഏത് നേതാക്കളാണെങ്കിലും അവരുടെ പ്രവർത്തകരെ ഒരു തരത്തിലും നിർവീര്യരാക്കാൻ ശ്രമിക്കില്ല. കാരണം എനിക്ക് എൻ്റെ അനുയായികളുണ്ടെങ്കിൽ ആ അനുയായികൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്നോട് സ്നേഹവും ആഭിമുഖ്യവും ഉണ്ട്. ഞാനിത് തടയാൻ ശ്രമിക്കില്ല. തെറ്റാണ് തടയുന്നത്. കാരണം എന്നെ വിശ്വാസത്തിലെടുത്ത് ഞാൻ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട് എന്നുള്ള അത് ആസ്വദിക്കുക എന്നുള്ള കവിഞ്ഞ് അവരെ തടയുന്ന പ്രശ്നമില്ല. കാരണം തടയാൻ പാടില്ല. കാരണം അവരവരുടെ വികാരം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? നേരത്തെ LDFിൻ്റെ ദുർഭരണത്തിൽ അതൃപ്തി പൂണ്ട വലിയൊരു വിഭാഗം ജനങ്ങൾ UDF വോട്ട് ചെയ്തു. അതിപ്പം മാത്രമല്ല, ഡിസംബറിൽ തുടങ്ങിയല്ലോ. അതിനു മുമ്പ് തൃക്കാക്കര തുടങ്ങിയല്ലോ. അതൊക്കെ നമ്മൾ കാണണം. അതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. അപ്പോൾ തൃക്കാക്കരയിൽ തുടങ്ങി പുതുപ്പള്ളി, പാലക്കാട്, വയനാട്, നിലമ്പൂര്, അതുപോലെ തന്നെ നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലം, അതിനുശേഷം നമ്മുടെ എന്താണ് പറയുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ UDFിൻ്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ UDF സ്വരൂപിച്ചു. ആരെയും ഒരു കാര്യം മനസ്സിലാക്കണം, പൊതുജനത്തിനൊരു മുഖമില്ലല്ലോ, അവർക്ക് ഒരേ തരത്തിലുള്ള ശബ്ദമില്ലല്ലോ. ആ മുഖവും ശബ്ദവും UDF ആയി മാറി. അതാണ് ടീം UDF. UDF ജനങ്ങളുണ്ട്. അങ്ങനെ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ നിലത്തിറക്കാൻ UDF നടത്തിയൊരു പോരാട്ടമാണത്. അത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ ഗവൺമെൻറ്റിനെ നേരിടാനുള്ള ഒരു ശക്തി UDF ജനങ്ങളിൽ നിന്ന് സംഭരിച്ചിട്ടുണ്ട്. അത് സംഭരിക്കാൻ കാരണം പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയും ഫലമായിട്ട് മാത്രമാണ്. അല്ലാണ്ട് അവരിത് മിണ്ടാതിരുന്ന LDF ജയിച്ചു പോകില്ല. 2021 കോവിഡ് കാലത്ത് അവർ ജയിച്ച പോലെ. അപ്പോൾ UDFിൻ്റെ ഒരു നിയന്ത്രണത്തിൽ ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. അത് ഇപ്പോൾ നടക്കുന്നതൊക്കെ ഒരു സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പൊതുവികാരങ്ങളല്ലാണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലെന്നുള്ളത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പം നമുക്ക് മെയ് 4 വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ തുടർ ഭരണമാണോ അതല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടോ എന്ന് അറിയുകയുള്ളൂ. ഇപ്പം തുടർ ഭരണമാണെങ്കിൽ അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്കറിയാം. അവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അവിടെ ഒരു പിണറായി വിജയൻ മാത്രമാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക. ഇവിടെ ജനാധിപത്യം, കോൺഗ്രസിൽ ജനാധിപത്യം കൂടുതലായതിനെ കൊണ്ടാണോ ഇത്രയധികം ആളുകളുള്ളത്? ജോർജ് പടിപ്പാറയിലേക്ക് മടങ്ങി വരാം. നിസാം സെയ്ദ്, ആ ചോദ്യം താങ്കൾ കേട്ടു എന്ന് വിചാരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പറയും മറുഭാഗത്ത് ഒരൊറ്റ മുഖത്ത്, ഇപ്പം LDF അല്ലാതെ മറ്റാര് എന്നുള്ളതായിരുന്നു തലക്കെട്ടെങ്കിലും ആ വാചകം അതായിരുന്നുവെങ്കിലും ഒരൊറ്റ മുഖം മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അത് പിണറായി വിജയന്റെ മുഖം മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല, കുറേ നേതാക്കളുണ്ട്. പാർട്ടിയിൽ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് കുറേ നേതാക്കളുണ്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു വലിയ പൊസിഷനിലേക്ക് വരും പരിഗണിക്കാനും നേതാക്കളുണ്ട്. അതുകൊണ്ടാണോ കോൺഗ്രസ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ദീർഘമായ ഇടവേളയിൽ അങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ സ്വരങ്ങളൊന്നും നാം കേൾക്കുന്നില്ല. ഒരു ഭാഗത്ത് മാത്രമേ ചർച്ചകൾ നാം കേൾക്കുന്നുള്ളൂ. മറുഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രതികരണവും നമ്മൾ കേട്ടിട്ടില്ല. ഈ LDFിൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചെറിയ ഒരു MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു അവകാശവാദം ഒരു ദിവസം കേട്ടതല്ലാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടും എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ ആരുടെയെങ്കിലും ഒരു ശബ്ദമോ നമ്മൾ ആ ഭാഗത്ത് കേട്ടേയില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് കഴിഞ്ഞ 2 പിണറായി സർക്കാർ തുടർ ഭരണമെന്ന് ഇന്നും പറഞ്ഞു കേട്ടോ. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഒരാൾ, മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലെ പ്രധാനിയായ ഒരാൾ, അദ്ദേഹം അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പോവുകയാണ്. അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ അദ്ദേഹം 1 മാസം ചെലവഴിച്ച് കഴിഞ്ഞേ വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്ത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കമൊന്നും നടത്തേണ്ട കാര്യമില്ല, ഞാൻ 1 മാസം അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സത്യപ്രതിജ്ഞ, ഇടതുപക്ഷ മുന്നണി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾക്ക് പോലും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറുഭാഗത്ത് സ്വാഭാവികമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നത്
നേതാക്കന്മാരുടെ തലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേതാക്കന്മാരുടെ തലത്തിൽ സൈബർ മേഖലയിൽ പോരാട്ടം നടക്കുന്നതോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ഉയർത്തിയതോ രമേശ് ചെന്നിത്തലയുടേതായിട്ട് ഒരു റീല് വരുന്നതോ ഒന്ന് ഇവരാരും അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും എന്ന് കരുതാൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ കഴിയും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകാൻ കഴിയും എന്ന് കരുതുന്ന വിഡ്ഢികളാണ് ഇവരാരെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റേതായ ഒരു നയമുണ്ട്. അതിനെ ചിലർക്കൊക്കെ പുച്ഛിക്കാം. ആ പുച്ഛിക്കുന്നവർക്ക് പിന്നെ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിൻ്റേതായ രീതികളുണ്ട്. അത് കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് ഇന്ത്യയിൽ നടപ്പാകുന്നതാണ്. അതനുസരിച്ച് കോൺഗ്രസ് നിയമസഭാ കക്ഷി തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി യോഗം കൂടും. എം എൽ എമാരുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് എം എൽ എമാരിൽ കൂടുതൽ ആളുകൾ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്നുള്ളത് അന്വേഷിക്കും. എന്നിട്ട് ഹൈക്കമാൻഡിന് അതിൻ്റെ ശുപാർശകൾ സമർപ്പിക്കും. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണയുള്ള ആളാണ് മുഖ്യമന്ത്രി ആയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ഏതെങ്കിലും നേതൃതലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിജയസാധ്യതയുള്ള ഒരു 4 സ്ഥാനാർത്ഥികളുമായി ഞാൻ സംസാരിച്ചു. നേതൃതലത്തിലുള്ള ഒരാളും പിന്തുണ അഭ്യർത്ഥിച്ച് അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല. അവർക്കൊക്കെ സ്വന്തമായി നിലപാടുകൾ എടുക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അവരുടെ നിലപാടുകളൊന്നും ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഇനിയും രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളല്ല. അവരെയൊന്നും ഈ നേതൃതലത്തിലുള്ള ഒരാളും ഇതേവരെ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു കളി ആരംഭിച്ചിരിക്കുന്നു, നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് മീഡിയയുടെയും അല്ലെങ്കിൽ സൈബർ ലോകത്തിൻ്റെ മീഡിയയ്ക്ക് നമ്മുടെ ഈ ഇടവേളകൾ ആനന്ദകരമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. ഇത് വളരെ നീണ്ട ഒരു ഇടവേളയാണ്. ഈ ഇടവേളകളിൽ വാർത്തയ്ക്ക് ക്ഷാമമുണ്ട്. ആദ്യം ഒരു ദിവസം നമ്മൾ ഇത് ഒരു റൗണ്ട് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ദുരന്തങ്ങളൊക്കെ വന്ന് നമ്മൾ ഈ വിഷയം ഉപേക്ഷിച്ചായിരുന്നു. വീണ്ടും ഈ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത് മീഡിയയുടെ ആവശ്യമാണ്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ വരുമ്പോൾ എങ്ങനെയാ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുക? ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് ആര്യ കരുതുന്നുണ്ടോ? ആ ഒരാൾ ഒരു റീലിട്ടാൽ അതിൻ്റെ പേരിൽ അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതലായ എന്തെങ്കിലും ഒരു അവകാശവാദം ഉണ്ടാവും എന്ന് ആര്യ കരുതുന്നുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായും ആവേശ കമ്മിറ്റിക്കാർ നടത്തുന്ന ചില പരിശ്രമങ്ങളാണ്. ഈ ആവേശ കമ്മിറ്റിക്കാർ ആർക്ക് വേണ്ടിയാണോ ബാറ്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ ഏറ്റവും വലിയ ദ്രോഹമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആവേശ കമ്മിറ്റിക്കാർ ആവേശപൂർവ്വം ആർക്കെങ്കിലും വേണ്ടി ബാറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ എല്ലാം ചീത്ത പറയുന്നു, മോശക്കാരാക്കുന്നു. ഈ ആളുകളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തെ വേവ്ലെന്തിനെ വഷളാക്കാൻ മാത്രമേ ഇത്തരം ആവേശ കമ്മിറ്റിക്കാർ ആർക്കെങ്കിലും വേണ്ടി വളരെ സ്ഥൈര്യമായി ബാറ്റ് ചെയ്യുന്ന ഈ ആവേശ കമ്മിറ്റിക്കാരുടെ നിലപാടുകൾ സഹായമാകുകയുള്ളൂ. അത് ആവേശ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവുകയല്ല, പക്ഷേ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് മനസ്സിലാകും. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് എം എൽ എമാരുടെ പിന്തുണയോ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോ അല്ലാതെ സൈബർ ലോകത്തെ ലൈക്കും ഡിസ്ലൈക്കും നോക്കിയോ അല്ലെങ്കിൽ റീലിൻ്റെ വ്യാപ്തി നോക്കിയോ റീച്ച് നോക്കിയോ ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാവില്ല. അതിന് എം എൽ എമാരുടെ പിന്തുണ ഉണ്ടാകണം. അതിനുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന ആളുകളൊന്നും സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. പിന്നെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ശ്രീകുമാർ വളരെ വിശദമായി ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരാളും എൻ്റെ അനുയായികളെ മൊത്തം തള്ളി പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ പേരിൽ ഇനി ആരും ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഒരു നേതാവിനും പറയാൻ കഴിയില്ല. തൻ്റെ അനുയായികളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു നേതാവിനും നിലനിൽപ്പുണ്ടാകാൻ പറ്റില്ല. ഈ ഇടവേളകളിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ നിസാം സെയ്ദ്, ശ്രീ ജോർജ് പൊടിപ്പാറ, രണ്ടുപേരും എൻ ശ്രീകുമാറും നിസാം സെയ്ദ് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം ഇതൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസമായി കണ്ടാൽ മതി, അല്ലാതെ നേതാക്കൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു ചർച്ചയൊന്നും നടക്കുന്നില്ല ആരാകണം മുഖ്യമന്ത്രി എന്ന്. ഈ ലൈക്കും ഡിസ്ലൈക്കും അല്ല കോൺഗ്രസിന്റെ, അത് സത്യമായിരിക്കും. പക്ഷേ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടുപേരും ശരിക്കും കോൺഗ്രസ് സംഘടനാപരമായ രീതിയിൽ സംസാരിക്കുന്നു. ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ സംസാരിച്ച ആ രീതി ഉണ്ടല്ലോ, ആ രീതിയാണ് ഈ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് വ്യവസ്ഥാപിതമായ രീതിയിൽ നടക്കും. ആ കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ കാര്യം ചർച്ച ചെയ്യുന്നില്ല.
നേരെ മറിച്ച് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കാത്ത ആളാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ പേരവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യുദ്ധത്തെയോ ഒന്നും അദ്ദേഹം ഡിസോൺ ചെയ്യുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇങ്ങനെ നിഷ്കളങ്കമായിട്ടൊക്കെ ഇതിനെ കാണാം, വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടൊക്കെ നമുക്ക് കാണാം എന്നുള്ളതൊക്കെ നമ്മൾ യഥാർത്ഥത്തിലുള്ള വസ്തുതയെ നിസാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമമേ ഞാനതിനെ കാണുന്നുള്ളൂ. സംഗതി കുലുമാലാണ്, സംഗതി വളരെ ഗുരുതരമാണ്, വളരെ ശക്തമായ കരുനീക്കങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആര് വിജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രീ ജയശങ്കർ വക്കീൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇതൊക്കെ കോൺഗ്രസിനകത്ത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അമരത്തുള്ള ആളുകളെ, അമരീന്ദർ സിംഗിൻ്റെ കാര്യം നമുക്ക് അറിയാം, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടിൻ്റെ കാര്യവും അതുപോലെ തന്നെ കമൽനാഥിൻ്റെ കാര്യവും അതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ സമയത്ത് KC വേണുഗോപാൽ എമർജൻസി ആയിട്ട് ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യാൻ, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ വിനോദ് മങ്കരയെ കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യിപ്പിക്കുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു കാര്യമാണെന്ന് ആര് വിചാരിക്കണ്ടോ? അല്ലെങ്കിൽ ശ്രീകുമാറും ഒക്കെ അങ്ങനെ ഉണ്ടാവില്ല, യഥാർത്ഥത്തിൽ വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവർ പാർട്ടിയുടെ ഒരു ലൈനിൽ നിന്നുകൊണ്ട് അത് പരമാവധി അതിനെ ഒന്ന് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ലാഘവത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടക്കും. ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മിഷനുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഡെലിബറേറ്റ് പ്ലാനിങ്ങും ഉണ്ട്. ഇതില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റും അദ്ദേഹത്തിൻ്റെ റീലും ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അദ്ദേഹത്തിന് ഈ സമയത്ത് ഇത് ചെയ്യണമെന്ന് മുമ്പേ ചെയ്യാൻ ഏർപ്പെടുത്തിയതാണ്. പക്ഷേ അത് പൂർത്തിയാകാത്തത് കൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തിന് മുമ്പ് വരേണ്ടതായിരുന്നു. അതുപോലും ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റാണോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണായുധം? അപ്പോൾ ഒന്നും വെറുതെ അല്ല, എല്ലാറ്റിനും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്, അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കളി കൊണ്ട് മാത്രമൊന്നും ആരും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല എന്ന വാദത്തോട് ഞാൻ യോജിക്കാം. കാരണം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ കക്ഷിയിൽപ്പെടുന്ന അല്ലെങ്കിൽ MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടക്കും. ആ നിരീക്ഷകർ ഓരോ MLA-യും പേഴ്സണലായിട്ട് അവരുടെ അഭിപ്രായം ഒറ്റയ്ക്കും കൂട്ടായും അഭിപ്രായം ആരാഞ്ഞേക്കാം. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും വിളിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്കൊക്കെ പോവുക. ഇനി അഥവാ അങ്ങനെ അതിനകത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും അതുകൊണ്ട് മാത്രം ആ ആൾ മുഖ്യമന്ത്രി ആയിക്കൊള്ളൊന്നുമില്ല. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയെ പുറത്താക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് MLA-മാരെ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞപ്പോൾ MLA-മാരിൽ ഭൂരിപക്ഷവും ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവായിട്ട് പിന്തുണച്ചത്. പക്ഷേ അദ്ദേഹം അല്ലല്ലോ പ്രതിപക്ഷ നേതാവായത്. ഉന്നത നേതാക്കൾ പലരും പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് ഖാർഗെയും പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീമാൻ KC വേണുഗോപാലും പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു? ആരാണ് പ്രതിപക്ഷ നേതാവായത്? ആരാണ് ഇപ്പോൾ ഇതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ കുറ്റം കൊണ്ടാണോ തോറ്റത്? അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കുറ്റം കൊണ്ടാണോ തോറ്റത്? അല്ലെ അന്ന് അപ്പോൾ അവരുടെ കുറ്റം കൊണ്ടല്ല, അത് വേറെ ചില സാഹചര്യങ്ങളിൽ പാർട്ടിക്ക് വോട്ട് കിട്ടിയില്ല, പാർട്ടി തോറ്റു. അത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പരാജയപ്പെട്ടതുകൊണ്ടല്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന അത്രയും ലളിതമല്ല വിഷയങ്ങൾ. ഈ 3 പേരും അദമ്യമായിട്ട് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 3 പേർക്കും അതിനുള്ള അവകാശവാദത്തിന് തക്കതായ ന്യായങ്ങളുമുണ്ട്. അതായത് രമേശ് ചെന്നിത്തല ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും പരിചയസമ്പന്നരായ, എത്രയോ കാലം ആയിട്ട് കോൺഗ്രസിൻ്റെ അമരക്കാരിൽ ഒരാളായിട്ട് കേരളത്തിൽ വിരാജിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് VD സതീശനാവട്ടെ, അദ്ദേഹത്തെ 2021 അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നിയോഗം പോലെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഇതുവരെ സോഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞ പോലെ നല്ലവണ്ണം നിറവേറ്റി. ശ്രീകുമാർ പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയം, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിഗംഭീര വിജയം, അതിന് മകുടം ചാർത്തുമാർ ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിലേറെ ചരിത്രം കുറിച്ച വിജയം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു എൻ്റെ നിയോഗം ഞാൻ നിറവേറ്റി, ഇനി ആ നിയോഗത്തിന് എന്തെങ്കിലും പ്രതിഫലം പാർട്ടി തരണ്ടേ? പാർട്ടിയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് കൃതജ്ഞതയല്ല, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? അദ്ദേഹത്തെക്കാൾ വീറോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച നിയോഗം അദ്ദേഹം നിറവേറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിനല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്. ഇനി KC വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാണോ?
അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഒരുപാട് എന്താ പറയുക, ഐതിഹാസിക സമരങ്ങളിലൂടെ, സമര പരമ്പരകളിലൂടെ, സമരപഥങ്ങളിലൂടെ സഞ്ചരിച്ചൊരു മനുഷ്യൻ, ക്രൂരമായി തല്ലിച്ചതയ്ക്കപ്പെട്ട മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയൊരു മനുഷ്യൻ, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് ആരും വഹിക്കാത്ത അഖിലേന്ത്യാ അത്രയും വലിയ പോസ്റ്റ്, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിൽ നയിക്കുന്ന ഒരാൾ. പക്ഷെ അദ്ദേഹത്തിനൊരു തെറ്റുപറ്റി എന്ന് പറയാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹം MP-മാർക്ക് ആർക്കും സീറ്റ് കൊടുക്കണ്ട, മത്സരിക്കാൻ എന്ന തീരുമാനമെടുത്ത ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് ശ്രീ KC വേണുഗോപാൽ. ആ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ K. സുധാകരന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കോഴിക്കോട് MP-ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ എല്ലാം ആഗ്രഹം തല്ലിക്കെടുത്തി അവരെ എല്ലാം പാർട്ടിയുടെ ഉഗ്രശാസനത്തിലൂടെ മൂലക്കിരുത്തി ഒതുക്കിയിരുത്തിയ ശേഷം ഈ മത്സരിക്കാത്ത ഒരാൾ ഇപ്പോൾ അവസാനം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചിലർക്ക് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് തന്നെയല്ലേ അർത്ഥം? അതെന്ത് ന്യായമാണ്? അങ്ങനെ ഒരു മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അതുവരെ കാത്തു നിൽക്കണമായിരുന്നു. എന്നിട്ട് കേരളത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. KC വേണുഗോപാലിന് എന്ത് യോഗ്യതയുണ്ട്? അദ്ദേഹം അങ്ങനെ മത്സരിക്കാൻ പാടുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാരച്ചൂട്ടിൽ ഇറങ്ങാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും ഉദിക്കില്ല. ഒന്നെങ്കിൽ ശ്രീ KC വേണുഗോപാലിന് ഒരു സ്ട്രാറ്റജിക് എന്താ പറയാ, തന്ത്രപരമായ ഒരു പാഴ്ച പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ. മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു ചെറിയ ഇടവേളയെടുത്ത് വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് മടങ്ങി വരാം. ശ്രീ A. ജയശങ്കർ, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പം പറഞ്ഞു, ഇപ്പം രണ്ടു പേര് തമ്മിൽ, ഇപ്പൊ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലൊരു വഴക്കാകുമ്പോൾ ഒരു കോംപ്രമൈസ് ആയി ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ വരുമെന്ന്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തോറ്റാൽ രാഷ്ട്രീയ വനവാസം എന്ന നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് VD സതീശൻ. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു കൗതുകത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആ മന്ത്രിസഭയിൽ VD സതീശൻ ഉണ്ടാകുമോ? ജയിച്ചാലും തോറ്റാലും വനവാസത്തിന് പോകേണ്ടി വരുമോ സതീശന്? അത് സാങ്കല്പികമായൊരു ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിലൊരു പ്രസക്തിയുണ്ട്. ഇപ്പോൾ പല ആളുകളും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കോൺഗ്രസ്സുകാരായ പല ആളുകളും അവരുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാനങ്ങനെ ത്രികാലജ്ഞാനി ആയതുകൊണ്ടല്ല, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഓരോ നേതാക്കന്മാരും പെരുമാറുന്നത് എന്ന ഒരു തോന്നൽ അല്ല എന്നൊരു, ഞാനും ഇത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നൊരാളാണ്. ഇപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കൊല്ലമായിട്ട് അറിയാം. ഹൈക്കോടതിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലം മുതൽക്ക് അറിയാം. ഞങ്ങളുടെ വക്കീലാഫീസുകളും ഏതാണ്ട് അടുത്തടുത്തായിരുന്നു. ഞാൻ പ്രാക്ടീസ് തുടങ്ങി 2-3 കൊല്ലത്തിന് ശേഷമാണ് സതീശൻ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം. സതീശൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളയുകയില്ല, ഒടിയും എന്നുള്ളതാണ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ഒരു സന്ദർഭം വരുമ്പോൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ നിലപാടുകളിൽ ചെറിയ മാറ്റം വരുത്തി അങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞ് പോകുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, പുള്ളി സ്ട്രെയിറ്റാണ്. പുള്ളി പിടിച്ച പിടിയിൽ നിൽക്കും എന്നല്ലാതെ നിലപാടിൽ മാറ്റം വരുത്തുകയില്ല. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ അറിയില്ല. ഞാൻ തന്നെ മുമ്പ് പരിഹാസമായിട്ട് ചെറിയ തമാശയായിട്ട് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പിണറായി വിജയനെ എതിർത്ത് പുള്ളി തന്നെ ഒരു പിണറായി ആയിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ ഒരു ശാഠ്യ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ട്. അത് സമീപകാലത്തായിട്ട് അത് വർദ്ധിക്കുകയില്ല, അത് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നും കൂടി കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടു. ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും. വനവാസം എന്ന് വെച്ചാൽ കാട്ടിൽ പോയി താമസിക്കുന്നതല്ല, രാഷ്ട്രീയ വനവാസം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? M.S. ഒരുപാട് പറഞ്ഞിട്ടുണ്ടോ? C. അച്യുതനും പറഞ്ഞിട്ടുണ്ടോ? കരുണാകരൻ പറഞ്ഞിട്ടുണ്ടോ? കരുണാകരനാണല്ലോ ഇവരെല്ലാവരുടെയും ഗുരു. വേണുഗോപാലിൻ്റെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും ഗുരു ആൻ്റണി അല്ല, കരുണാകരനാണ്. കരുണാകരൻ പറഞ്ഞിട്ടില്ല. കരുണാകരനെ പോലെ ഫ്ലെക്സിബിളായിട്ടൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. AK ആന്റണി പറഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. പട്ടം നാണുമുള്ള സാർ മുതൽക്ക് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയുടെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവും ഉണ്ടാവില്ലേ? അത് സ്വാഭാവികമല്ലേ? എങ്ങനെ പോയാലും രണ്ടിൽ ഒരു മുന്നണിക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ, ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ. ആരാണ് ഭൂരിപക്ഷം കിട്ടിയില്ല വനവാസത്തിന് പോകുന്ന പറഞ്ഞൊരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. സതീശന് ഒരു തവണയല്ല, ഒരു തവണ പറഞ്ഞാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആവേശം കയറി പറഞ്ഞാൽ അല്ലെങ്കിൽ നാക്കുപിഴ പറ്റിയാന്ന് വിചാരിക്കും. ഇത് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിൽക്കുന്നു. അപ്പം നാച്ചുറൽ ചോയ്സ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ വന്നിട്ടൊരു പ്രശ്നം എന്നറിയാമോ?
ശ്രീ കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ ലീഡറായിരുന്ന കാലത്ത്, ലീഡർ മീൻസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന കാലത്ത് രണ്ടാമതൊരാളെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. കരുണാകരനാണ് ലീഡർ. അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകൾ പുള്ളി ഡീലർ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അപ്പോഴും ലീഡർ പുള്ളിയാണ്. ഈ കരുണാകരൻ മാറി ആൻ്റണി വന്നപ്പോൾ ആൻ്റണിയായി ലീഡർ. ആൻ്റണി മാറിയപ്പോൾ ഉമ്മൻചാണ്ടിയായി. അപ്പോഴും ആർക്കും ഒരു സംശയമില്ല. ഉമ്മൻചാണ്ടി മാറി ചെന്നിത്തല വന്നപ്പോൾ ചെന്നിത്തലയുടെ നേതൃത്വത്തിലല്ല കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ആ സമയമായപ്പോഴത്തേക്കും ഒരു 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. അത് പൊടിപ്പാറയ്ക്കും ശ്രീകുമാറിനൊക്കെ ഓർമ്മയുണ്ടോ? 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയ 10 അംഗ കമ്മിറ്റിയുടെ തലവനായിട്ട് ഉമ്മൻചാണ്ടി വെച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട്. ഭൂരിപക്ഷം കിട്ടിയില്ല. ഉമ്മൻചാണ്ടിയല്ല, ചെന്നിത്തലയല്ല, ആര് നേതൃത്വം നൽകിയാലും കഴിഞ്ഞ തവണ തോൽക്കുമായിരുന്നു. തോറ്റുപോയി. തോറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുറ്റം ആരും പറഞ്ഞില്ല. ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ ഇതിന് വയ്യായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ മോശമായിരുന്നു. ഈ നേതൃത്വം തന്നെ അദ്ദേഹത്തിന് അടിച്ചേൽപ്പിച്ചാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും മേലെ ആരോപിച്ചു. ചെന്നിത്തല അപ്പം തന്നെ മാറ്റി, മുല്ലപ്പള്ളിയെ പിന്നാലെ മാറ്റി. എന്നിട്ടാണ് കെ സുധാകരനും വി ഡി സതീശനും വന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? നേരത്തെ കരുണാകരനോ അല്ലെങ്കിൽ ആന്റണിക്കോ ഉണ്ടായിരുന്ന ഒരു ലെജിറ്റിമസി, ആ സാധ്യത ഇവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾക്ക് ഞാൻ വന്നിറങ്ങി കൊള്ളാം, പാരച്ചൂട്ടിൽ ഇറങ്ങാം എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടായത്. പണ്ട് ഒരാൾക്കും അങ്ങനെ തോന്നില്ലായിരുന്നു. വയലാർ രവിക്ക് തോന്നിയോ? ഇല്ല. വേറെ എത്രയോ നേതാക്കന്മാർ, CM സ്റ്റീഫൻ പ്രബലനായ നേതാവായിരുന്നില്ല, അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി ആയിക്കളയാം എന്നെപ്പോഴെങ്കിലും തോന്നിയോ? തോന്നിയിട്ട് കാര്യമില്ല. കാരണം കരുണാകരനുള്ളപ്പോൾ സ്റ്റീഫൻ ഇവിടെ സ്പേസ് ഇല്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം ഈ കരുണാകരൻ അല്ലെങ്കിൽ ആന്റണിക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്ന പോലെ ആ ഒരു ശക്തമായ ക്ലെയിം, അല്ലെങ്കിൽ ഞാനുള്ളപ്പോൾ അപ്പൻ കാർന്നോരാവണ്ട എന്ന ചിന്താഗതി, അത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആദ്യം ചെന്നിത്തലക്കും ഉണ്ടായില്ല, ഇപ്പോൾ സതീശനും ഇല്ല. ഇതാണ് പ്രശ്നം. ഇവരുടെ പോരാട്ടത്തൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. രമേശ് ചെന്നിത്തലയോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് ഇന്നിപ്പോൾ കോൺഗ്രസ്സിലില്ല. അതെല്ലാവരും അംഗീകരിക്കും. അദ്ദേഹം KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു, AICCയിൽ ദീർഘകാലം ഉണ്ടായിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു, ഏറ്റവും ചെറിയ പ്രായത്തിൽ മന്ത്രിയായ ആളാണ്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ ആളാണ്, ഭരണപരിചയമുണ്ട്, പാർലമെൻ്ററി എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഇനി വഹിക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു പദവി മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കിട്ടി. നമ്മുടെ സതീശനെ സംബന്ധിച്ചുള്ള അദ്ദേഹം 5 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും കൊണ്ടും LDFനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടേയിരുന്ന ആളാണ്. ഉപതെരഞ്ഞെടുപ്പുള്ള അദ്ദേഹത്തിൻ്റെ ചാതുര്യം നമ്മൾ കണ്ടു, തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട്ട് കണ്ടു. എല്ലാത്തിനോടുമില്ല ഏറ്റവും ദുഷ്കരമായത് നിലമ്പൂരായിരുന്നു, ഇല്ലേ? PV അൻവറിനെ പോലും ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ലാത്ത ആര്യൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചു. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത്രയും ജയിപ്പിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 2 യോഗ്യന്മാരിവിടെ നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണനുണ്ട്, അർജുനനുണ്ട്. അവർ രണ്ടുപേരും മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമൊരാളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ചു. അതിൻ്റെ അസാങ്കത്യം. ഞാൻ പറഞ്ഞു, ഇവർ 2 പേരിൽ ആരായാലും എനിക്ക് വിരോധിക്കും. ന്യായമാണ്. 2 പേർക്ക് അവരവരുടേതായ ന്യായമുണ്ട്. ഒരാൾ എക്സ്പീരിയൻസ് ആണ്, മറ്റൊരാൾ ഫൈറ്ററാണ്. ഇവർ 2 പേർ നിൽക്കുമ്പോൾ നിങ്ങൾ 2 പേരും മാറിക്ക്, ഞാനിവിടെ ഉള്ളപ്പോൾ അപ്പം കാർന്നോരാവണ്ട എന്ന രീതിയിൽ മറ്റേ പുള്ളി വരികയാണ്. അതിൻ്റെ ഒരു അനൗചിത്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇത് കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ചോദ്യമാണ്. ഇത്ര നാൾ ഈ ചേട്ടൻ എവിടെയായിരുന്നു? ഇയാൾ അഖിലേന്ത്യയിൽ ഇങ്ങനെ ചക്രം തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അഖിലേന്ത്യാ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഒരു പരുവത്തിലാക്കിയില്ലേ? ഇത് കേരളത്തിലെ പാർട്ടിയെ കൂടി ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് ആൾക്കാർ പറഞ്ഞത്. രാഹുൽ, നമ്മുടെ നരേന്ദ്രമോദി എല്ലാ ദിവസവും കാലത്ത് എഴുന്നേക്കുമ്പോൾ വേണുവിൻ്റെ പടത്തിന് മുമ്പിൽ 2 കൈയും കൂപ്പി തൊഴുത് അവിടെ ചന്ദനത്തിരി കത്തി വെച്ചിട്ട് എല്ലാ പ്രവർത്തിയും തുടങ്ങാറുണ്ട്. കാരണം പുള്ളി അവിടെ ഉള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തി ഒരു 6 മാസത്തിനുള്ളിൽ പിണറായി വിജയൻ എത്ര മഹാനായിരുന്നു ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ CPM-കാർ വേണു വരണമെന്ന് പ്രാർത്ഥിക്കും, ഡൽഹിയിൽ BJP-കാർ വേണു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇപ്പൊ ഈ ചോദ്യങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇവിടെയുണ്ട്. കേരളത്തിൽ പണിയെടുത്ത് കേരളത്തിൽ മത്സരിച്ച് ജയിച്ച നേതാക്കളുണ്ടാവും. അപ്പോൾ ഈ കേരളത്തിന് പുറത്തേക്ക് എന്തിന്? ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ കേൾപ്പിച്ചു KC വേണുഗോപാലിന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ഒരൊറ്റ ഫുൾ വാചകം പറഞ്ഞ് ഈ ചർച്ചകൾക്കെല്ലാം എനിക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഇവിടെ കേരളത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. മത്സരിച്ച പോരാട്ടം നയിച്ച നേതാക്കളുണ്ട്, അവരിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചകളൊക്കെ അവിടെ തീരും.
നോക്കൂ ശ്രീമതി ആര്യ ഉൾപ്പെടെ മറന്നുപോയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് ശ്രീ KC വേണുഗോപാൽ മാതൃഭൂമി പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത്. പിന്നെ അത് എല്ലാ ദിവസവും ഞാനില്ല എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കണോ? പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിക്കും, ഇങ്ങനെ മുഖ്യമന്ത്രി ചർച്ചയുണ്ടോ? നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, ചർച്ചയുടെ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തൊരു ചോദ്യമാണത്? കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ആദ്യത്തെ മറ്റേ ഗ്രാമറും വാക്യവും വാചകവും ഘടനയല്ലല്ലോ നമ്മൾ നോക്കുക. അദ്ദേഹം എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വളരെ ഗുരുതരമായൊരു കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ കാര്യങ്ങൾ. അത് ആ പേരാമ്പ്രയും പാലക്കാടൊക്കെ ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ അത്രയും സ്വകാര്യമായിട്ടും സൂക്ഷ്മതയോടെയും നിരീക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ആ ഒരു മറ്റേ സ്ട്രോങ് റൂമുകളിൽ തുറന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മളതിനിടയ്ക്ക് ശ്രദ്ധിക്കാതെ പോയി. ആ സ്ട്രോങ് റൂമൊക്കെ തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ നമ്മുടെ മുഖ്യമന്ത്രി സ്വപ്നങ്ങളെല്ലാം പാഴാവില്ലേ? അപ്പോൾ അതല്ലേ ഏറ്റവും പ്രധാനം. അതിലാണ് അദ്ദേഹം KC വേണു അതിൽ ഊന്നൽ കൊടുത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ്. പിന്നെ എന്നും ഇങ്ങനെ മുഖ്യമന്ത്രിയാരെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ പത്രസമ്മേളനം നടത്തിയ അപ്പം ഒരു വിഭാഗം പത്രപ്രവർത്തകർ ആദ്യം ചോദിക്കുക വയനാട് ഫണ്ട് എന്നാണ്. നോക്കൂ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച, മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന് വരാൻ കാരണം? നമ്മൾ 3 പേരെക്കുറിച്ചേ ചർച്ച ചെയ്യുന്നുള്ളൂ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. എന്തുകൊണ്ട് മുരളീധരനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ഇവരോടൊപ്പം രമേശ് കഴിഞ്ഞാൽ സീനിയറായിട്ടുള്ള ആളല്ലേ? മുരളീധരൻ KPCC മുൻ പ്രസിഡന്റും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളല്ലേ? മുരളീധരൻ MP ആയിരുന്ന ഒരാളല്ലേ? വളരെ സീനിയർ അല്ലേ? നിങ്ങളെന്താ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത? അദ്ദേഹത്തിൻ്റെ പേരെന്താ പറയാത്തത്? കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന 3 പേരേ ഉള്ളൂ. ഇവിടെ ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ പുസ്തക പ്രകാശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരാളുടെ പേര് അപ്പോഴും മറന്നു. അതായത് ശ്രീ KC ജോസഫ്, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി. KC ജോസഫ് ചേട്ടൻ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. ആ പുസ്തകം ഈ അടുത്ത് റിലീസ് ചെയ്യാൻ പോകണം, നിയമസഭാ പ്രസംഗങ്ങൾ. അതുപോലെ തന്നെ ഒരെണ്ണം വേണുഗോപാൽ ഇറക്കുന്നുള്ളൂ, അതുപോലെ തന്നെ സതീശൻ ഇറക്കുന്നുള്ളൂ. അപ്പോൾ KC ജോസഫിനെ ഇവിടെ മാറ്റി നിർത്തി. KC ജോസഫിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകാം. ഏറ്റവും സീനിയറാണ്, ഈ പറഞ്ഞ എല്ലാവരെക്കാട്ടിലും സീനിയറാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് കോട്ടയത്ത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടേതായ താല്പര്യത്തിന് കുറേ പേരുകളെടുത്ത് പറയുന്നുള്ള അല്ലാണ്ട് അതിനൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ചർച്ച ചെയ്യണം. എന്തിനാ അറിയാം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാ അറിയാമോ? ഓരോ ദിവസവും ചർച്ച കേൾക്കുമ്പോൾ നമ്മുടെ CPMൻ്റെ സുഹൃത്തുക്കളും LDFൻ്റെ സുഹൃത്തുക്കളും ഇങ്ങനെ പൊള്ളും. അത് വളരെ പൊള്ളും. അവർ ഈ വേനൽക്കാലത്തെ സൂര്യതാപമേറ്റ് പൊള്ളുന്നതിനേക്കാൾ പൊള്ളും. എന്താ കാരണം അറിയാമോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നില്ലെന്ന് ഇവർ ചർച്ച ചെയ്യാത്തത്? ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, കാരണം ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട് ആജീവനാന്തം, അത് ചർച്ച ചെയ്യേണ്ട. പക്ഷേ ഞങ്ങളിലും ഇല്ല കുറേ പേര് വനിതാ മുഖ്യമന്ത്രിയായ ഉയർത്തി കാട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മാറുമായിരുന്നു എന്നൊരു ആര്യയ്ക്കൊക്കെ അറിയാവുന്നൊരു മുൻ മാധ്യമപ്രവർത്തകയായ CPM സഹയാത്രിക പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണം. നിങ്ങളെ നേരം വെളുത്ത് നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെന്നിത്തല, സുധാകരൻ അല്ലെങ്കിൽ സതീശൻ എന്ന് മാത്രം കണ്ടാൽ പോരാ. എന്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ചർച്ച ചെയ്യുന്നു അന്വേഷിക്കണം. അല്ല, പേരാവൂരിലേക്ക് KK ശൈലജ ടീച്ചറെ മാറ്റിയ സമയത്ത് അത് വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ ഈ അത്രയധികം സീനിയോറിറ്റിയുള്ള എല്ലാ തരത്തിലും കേരള ചരിത്രത്തിന്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയ ഒരാളെ ഇനി നിങ്ങൾ ജയിച്ചു വരൂ എന്ന് പറയുന്നൊരു സീറ്റിലേക്ക് കൊടുത്തു വിട്ടതിന് ഒരു താല്പര്യവും വ്യക്തിപരമായി ഇല്ല. അതല്ല ചെയ്യേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് ഞാൻ പറഞ്ഞ അതല്ല ആര്യ, ശ്രീമതി ആര്യ, ഞാൻ പറഞ്ഞ അതല്ല. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് അതായത് LDFും അധികാരത്തിൽ വരും എന്ന രീതിയിലും അവിടെയും ഒരു മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് UDFൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ LDF എന്താ അധികാരത്തിൽ വന്നുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ. സാങ്കല്പികമാണല്ലോ എല്ലാം. ശ്രീ ജയശങ്കർ പറഞ്ഞോ, ഇപ്പം നമ്മളെല്ലാം സാങ്കല്പികമാണ്. മറ്റേ എന്താ പറയുക, സങ്കല്പ വായു വിമാനത്തിൽ ഏറി നമ്മൾ യാത്ര ചെയ്യുകയാണ്, കവി പാടിയ പോലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് LDF വന്നുകൂടെ എന്നെന്താ നിങ്ങൾ ചോദിക്കാത്തതെന്ന് ചോദിച്ചേ. ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ
PB പ്രത്യേക ഇളവ് നൽകി പിണറായിയെ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന കാര്യത്തിൽ പിന്നെ സംശയം വേണോ എന്നാണ് MV ഗോവിന്ദ മാഷ് തിരിച്ചു ചോദിച്ചത്. അപ്പൊ പിന്നെ അവിടെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. വേറെ ആരും എനിക്ക് തോന്നുന്നില്ല ആ ആഗ്രഹവുമായി മുന്നോട്ട് വരുമെന്ന്. പ്രസക്തിയുണ്ട്. നിങ്ങൾ അല്ല അങ്ങനെ പറയണ്ട. LDF അധികാരത്തിൽ വരുന്നില്ല എന്ന് ആര്യക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആര്യ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അതല്ലെങ്കിൽ LDFന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അവിടെ ശൈലജ ടീച്ചറെ, ഗോവിന്ദ മാഷെ, പിണറായി വിജയനെ, മുഹമ്മദ് റിയാസിനെ ഒക്കെ നമ്മൾ എടുത്ത് ഫീൽഡിലേക്ക് ഇടണം. എന്നിട്ട് അവർക്ക് അല്ല മത്സരിക്കണ്ടല്ലോ. എന്തിനാ മത്സരിക്കാത്തവർക്ക് സ്ഥാനാർത്ഥി ആകാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതും ചർച്ച ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. അപ്പൊ അവര് ചർച്ച ചെയ്യട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോർജ് പടിപ്പറ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് ആവർത്തിച്ച് ശ്രീകുമാർ പറഞ്ഞത്. എനിക്കതല്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് പ്രതിപക്ഷ നേതാവാണ് ഡിഫാക്ടോ. അടുത്ത തവണ കേരളത്തിലൊരു ചരിത്രത്തിൽ ഭരണം മാറി വരികയാണ്. അത് ഒരു തിരുത്തുണ്ടായതാണ് 21-ൽ. ഇപ്പം സാധാരണ ഇത്തവണത്തെ പ്രതിപക്ഷ നേതാവ് ഡിഫാക്ടോ മുഖ്യമന്ത്രിയാണ് അടുത്ത തവണ. അപ്പം VD സതീശൻ എടുത്ത് അപ്പം നേരത്തെ ജയശങ്കർക്ക് ചൂണ്ടിക്കാണിച്ച നിലപാടുകളുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിലും ശരി, PV അൻവറിനെ UDF-ലേക്ക് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അങ്ങനെ കുറേ വിഷയത്തിൽ. ഇപ്പോൾ വനവാസം പോലും ഒരു സ്ട്രോങ് സ്റ്റാൻഡാണ്. അത് പറയാതെ കഴിയില്ല. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു മന്ത്രി പോലും ആയിട്ടില്ല VD സതീശൻ പറയുകയാണ് തോറ്റാൽ വനവാസം എന്ന്. അത് വളരെ ഒരു വലിയ സ്റ്റാൻഡ് എടുക്കുകയാണ്, നിലപാട് പറയുകയാണ്. അതിനും വോട്ട് വീണിട്ടുണ്ടാവില്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഈ VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ്? നമ്മൾ ഈ വനവാസത്തിൻ്റെ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വനവാസ പ്രഖ്യാപനം വേണ്ടി വന്നതെന്ന് ആലോചിച്ച് നോക്ക്. അതായത് NSSും SNDPയും ഒന്നാകാൻ തീരുമാനിക്കുന്നു, സഖ്യത്തിലേക്ക് പോകുന്നു. ആ രണ്ട് നേതാക്കളും ഒരുമിച്ച് VD സതീശനെ ആക്രമിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ 97 സീറ്റ് കിട്ടിയില്ലെങ്കിൽ, വലിയ തിളക്കമാർന്ന ജയം 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകുമോ എന്ന് ചോദിക്കുന്നു. ഒരു കരുത്തുള്ള രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അത്രയും വലിയൊരു വിജയം UDFന് എത്തിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ആ ഘട്ടത്തിൽ ശക്തമായി തന്നെ മറുപടി പറയണ്ടേ? പോകും. ആ വെല്ലുവിളിയിൽ ഈ പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക്, ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ നിർണായക പോരാട്ടത്തിൻ്റെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ അവിടെ 100 സീറ്റ് തന്നെ ഞങ്ങൾ പിടിക്കും എന്ന് അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പ്രഖ്യാപനമല്ലേ അത്? അതൊക്കെ പറയാൻ നേരത്തെ ജയശങ്കർ വക്കീൽ ചോദിച്ച പോലെ വേറെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? അതൊക്കെ പറയണമെങ്കിൽ ഒരു VD സതീശൻ, അതായത് അങ്ങേയറ്റം റിസ്ക്, അതായത് രാഷ്ട്രീയം ഇല്ലെങ്കിലും ജീവിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് ആത്മധൈര്യമുള്ള ഒരു മനുഷ്യൻ അണികൾക്ക് തന്നെ ഏൽപ്പിച്ച നിയോഗം നിറവേറ്റാൻ അണികൾക്ക് ആത്മവിവരവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആവേശവും നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ പണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ യുദ്ധസമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങളുടെ രക്തം എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് വിജയം തരാം. എന്നിട്ടും അദ്ദേഹം തോറ്റുപോയി സെക്കൻഡ് വേൾഡ് വാറിൽ. പക്ഷേ അദ്ദേഹം കൊടുത്തൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ജനം കൂടെ നിന്നു. ഇതുപോലെ VD സതീശൻ ഇപ്പോൾ ഈ പുതിയ യാത്രയിലായാലും ശരി, നേരത്തെ 100 സീറ്റിൻ്റെ കാര്യത്തിൽ വെല്ലുവിളി വന്നപ്പോൾ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാതിരിക്കുക എന്നുള്ളതല്ല. ആ മനുഷ്യനൊരു നിയോഗം, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് UDF വീണ്ടും അധികാരത്തിൽ വരിക. UDF കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ട ആ ഒരു തിരിച്ചുവരവ് ഇത്തവണ ആഘോഷമായിട്ട് നടത്തുക. അതിന് അണികൾക്ക് ആത്മവിശ്വാസം വേണം, പ്രവർത്തകർക്ക് ഉത്സാഹം വേണം, നേതാക്കൾക്ക് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം. അതാണ് VD സതീശൻ. അല്ലാതെ ഇപ്പം അങ്ങേര് വനവാസത്തിന് പോയാൽ ഞാൻ വിചാരിക്കുന്നില്ല ഈ മറ്റ് പല നേതാക്കളെയും പോലെ 80-ാം വയസ്സിലും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോകുന്നൊരു നേതാവായിട്ട് ഞാൻ VD സതീശനെ കാണുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു 10-70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ടേം ഒക്കെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അടുത്ത ടേമിനൊക്കെ മുമ്പ് ഒരുപക്ഷെ അരങ്ങൊഴിഞ്ഞു കൊടുക്കും. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സമയത്ത്, അല്ലാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് UDFനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഏറ്റെടുത്ത നിയോഗം എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് കടിച്ചു തൂങ്ങണം? ആ തൂങ്ങുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എനിക്ക് എന്താ അവകാശമുള്ളത്? ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ തോറ്റു, ഞാൻ ഏറ്റ നിയോഗം നിറവേറ്റാൻ പറ്റിയില്ല, എന്നിൽ അർപ്പിതമായ ആ വിശ്വാസം എനിക്ക് കാക്കാനായില്ല. പിന്നെ ഞാൻ എന്തിനാണ് വീണ്ടും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തോ പാർട്ടിയുടെ നേതൃസ്ഥാനത്തോ നിൽക്കുന്നത്? അതിന് കഴിവുള്ള, അതിന് കരുത്തുള്ള മറ്റൊരാൾ വരട്ടെ. ഇതിലെന്താ തെറ്റ്? ഇതൊക്കെ ഒരു അഹങ്കാരമായിട്ടാണ് പലരും ആത്മവിശ്വാസത്തെ, അന്തസ്സിനെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കാനുള്ള ആ ഒരു കരുത്തിനെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെ ആരും കേരളത്തിൽ പറഞ്ഞിട്ടില്ല.
ഇടതുപക്ഷത്തും പറഞ്ഞിട്ടില്ല, വലതുപക്ഷത്തും പറഞ്ഞിട്ടില്ല, കോൺഗ്രസിലും ഒരു പാർട്ടിയിലും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ഒരാളുണ്ടായി എന്നുള്ളതിലാണ് എനിക്ക് അതിനകത്തൊക്കെ ഉള്ള. അങ്ങനെയും പറയുന്ന ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയത്തിലെ നന്മകൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അങ്ങേയറ്റം തകർന്നിട്ടൊന്നുമില്ല. അധികാരത്തിനപ്പുറത്ത് ചില നിയോഗങ്ങൾ നിറവേറ്റുന്നതാണ് പ്രധാനം, ചില നിലപാടുകളാണ് പ്രധാനം. വെല്ലുവിളികളെ അതേ നാണയത്തിൽ ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥ നേതാവിന്റെ കരുത്തെന്ന് കരുതുന്ന ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ തിരിച്ചറിവാണ് നമ്മളെ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങി വരാം. ശ്രീ നിസാം സെയ്ദ്, അപ്പം 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ടീം UDF ആയിരുന്നു. ഈ ഫലം വന്നു കഴിഞ്ഞ അധികാരം കിട്ടിയാൽ ആ ടീം UDF പൊട്ടിപ്പോകുമോ? ആര്യ, അതിനു മുമ്പ് ഞാൻ ആര്യോടും ചോദിച്ചോട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും പ്രതിപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകുന്നതായ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആര്യോട് ആരാണ് പറഞ്ഞത്? 2014 നേതാവായിരുന്നു, അദ്ദേഹം മത്സരിച്ചിരുന്നു. അല്ല, ഇതിനൊന്നും നിയതമായ കീഴ്വഴക്കങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. 1996 ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ EK നായനാരാണ് മുഖ്യമന്ത്രിയായത്. MLA-മാരായ ആരുമല്ല. MLA ആയ സുശീല ഗോപാലിനെ തോൽപ്പിച്ചാണ് ശ്രീ EK നായനാർ മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ അതിനൊക്കെ പാരമ്പര്യവും കീഴ്വഴക്കങ്ങളും ചരിത്രവും ഒക്കെ ഉള്ളതാണ്. പിന്നെ UDF ഇതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് പൊട്ടിത്തെറിച്ചു പോകുമോ എന്നുള്ള ചോദ്യത്തിന് അത് വളരെ ബാലിശമായ ഒരു ആർഗ്യുമെൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ ഈ സമീപകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ച് UDF-ൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ റിബൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും തളിപ്പറമ്പിൽ മാത്രം, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു റിബൽ. ആ റിബലിനെ തന്നെ പ്രോത്സാഹിപ്പിച്ചോ ആ റിബലിൻ്റെ പോസ്റ്റർ അടിച്ചതും എല്ലാം ഇടതുപക്ഷ മുന്നണിയാണെന്നുള്ള അവിടുത്തെ ആളുകൾ പറയുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ UDF-ന് കഴിഞ്ഞു. ബാക്കി സ്ഥലങ്ങളിൽ റിബലുകളെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ എല്ലാ കലാപങ്ങളെയും പരിഹരിക്കുവാനും ആളുകളെ ചേർത്ത് നിർത്തുവാനും ഒക്കെ UDF-ന് കഴിഞ്ഞു. മറുഭാഗത്ത് എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരാകട്ടെ, തളിപ്പറമ്പിലാകട്ടെ, പാലക്കാടാവട്ടെ, അമ്പലപ്പുഴയാകട്ടെ, കൊട്ടാരക്കരയാവട്ടെ, ഇവിടെയൊക്കെ കലാപം ഉയർത്തിയവർ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത്. ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം LDF-ൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത്. പക്ഷേ അതേ സമയത്ത് എല്ലാ കലാപങ്ങളെയും ഉൾക്കൊള്ളാൻ ശ്രീ K സുധാകരനെ പോലെ വളരെ സീനിയറായ ഒരാൾ ഇപ്പോൾ 7 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പോകും. നിങ്ങളൊക്കെ ഫ്ലാഷ് അടിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം ചാനലിൽ അങ്ങനെയൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശമില്ലായിരുന്നു അദ്ദേഹം ഒന്ന് പറയുന്ന സമയം. അപ്പോൾ ഈ എല്ലാ പിണക്കങ്ങളെയും എല്ലാ പരിഭവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ UDF-ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകും. ആ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് ബാക്കി എല്ലാവരെയും അനാഥരാക്കിക്കൊണ്ടാകും, ബാക്കി എല്ലാവരെയും പുറത്തു കളഞ്ഞുകൊണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം UDF-നുണ്ട്. ഒരു പൊട്ടിത്തെറിയും ഉണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-ൻ്റെ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും കഴിവുണ്ട് എന്നുള്ളതാണ് സമീപകാല ചരിത്രം, സമീപകാല സംഭവവികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ടീം UDF പൊട്ടിത്തെറിക്കും എന്നുള്ളതൊക്കെ നമുക്ക് 6-ാം തീയതി വരെ, 4-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതിയോടുകൂടി ഇതിനൊക്കെ 6-ാം തീയതി 8-ാം തീയതിയോടുകൂടി ഇതിന് തീരുമാനമാവും. അതുവരെയൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ ഇടവേളയിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം. നമുക്ക് മറ്റൊന്നും സംസാരിക്കാനില്ലെങ്കിൽ, ഇതിനിടയ്ക്ക് മറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് 8-ാം തീയതി വരെ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതിനപ്പുറത്ത് പൊട്ടിത്തെറിക്കും എന്നുള്ളതൊക്കെ ഒരു അതിവായനയാണ്, അത്യാഗ്രഹമാണ്, ചിലരുടെയൊക്കെ അതിമോഹമാണ് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ശരി, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 10-ാം ദിവസം നമുക്കറിയാം അത് കേരളത്തിൽ ഒരു ഭരണമാറ്റമായിരിക്കുമോ ഭരണ തുടർച്ചയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ആ 10 ദിവസം അങ്ങ് കാത്തിരിക്കാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക് ചർച്ചയുടെ ഭാഗമായതിന്, കണ്ട പ്രേക്ഷകർക്ക്.